മക്കളെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻസി ലിസ്റ്റ് ഓരോ ജില്ലയിലും എത്ര സീറ്റുകൾ വേക്കന്റ് ആണെന്ന് വന്നിട്ടുണ്ട്. യെസ്, അപ്പോ വേക്കൻസി ലിസ്റ്റ് നമുക്ക് കാണാം. ഓരോ ജില്ലയിലും എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട്, അപേക്ഷകരുടെ എണ്ണം കാണാം, അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളുടെ എണ്ണം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തിരുവനന്തപുരം എടുക്കല്ലേ? 26,000 സീറ്റാണ് അല്ലെ? 26,306 സീറ്റുകളാണ് ടോട്ടൽ സീറ്റ് അവിടെ ഉള്ളത്. അതിൽ 22,013 ആളുകൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. അതില് 4,293 വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രത്ത് 4,293 വേക്കൻസി നിലവിലുണ്ട്. അതെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിൽ 1,800 പേർക്കാണ് പുതുതായിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത 1,800 പേർക്കാണ് ഫ്രഷ് ആയിട്ട് കിട്ടിയത്. 2,000-ഓളം പേർക്ക് ഹയർ ഓപ്ഷൻ ആണ് കിട്ടിയത്. അപ്പൊ ഹയർ ഓപ്ഷൻ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് അവിടെ കൂടുതൽ. അപ്പൊ അതിനനുസരിച്ചുള്ള വേക്കൻസി എന്തിൽ വരും? തേർഡ് അലോട്ട്മെന്റ്. ഇനി കൊല്ലത്തേക്ക് പോകുന്നത് 22,359 പേരാണ് ടോട്ടലി ടോട്ടൽ സീറ്റ്. ഇനി ടോട്ടലി അലോട്ട്മെന്റ് കിട്ടിയത് 18,902 ആണ്. ഫ്രഷ് ആയിട്ട് അലോട്ട് ചെയ്ത് 2,074 പേരെ ഫ്രഷ് ആയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു അവിടെ ഫ്രഷ് അലോട്ട്മെന്റ്, അതായത് അലോട്ട്മെന്റ് ആദ്യമായിട്ട് കിട്ടുന്ന കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. കാരണം ഹയർ ഓപ്ഷൻ 1,603 പേർക്കാണ്. ഇനി 3,592 സീറ്റുകളാണ് അവിടെ ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ സീറ്റ് മലപ്പുറം. നമ്മൾ എപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിടുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ടോട്ടലി അവിടെ 57,633 സീറ്റുകളുണ്ട്. അതിൽ 39,663 സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് അലോട്ട് ചെയ്ത് 2,977 പേർക്ക് ഫ്രഷ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരുന്നില്ല, സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ഇത്രയും ആളുകൾക്ക് അവിടെ സീറ്റ് കിട്ടുന്നത്. ഹയർ ഓപ്ഷൻ അവിടെയും ഹയർ ഓപ്ഷനിലെ കുട്ടികൾ 3,581 പേർ ഹയർ ഓപ്ഷനാണ്. അപ്പൊ അത്രയും സീറ്റ് വേക്കന്റ് ആയി വരും. മക്കൾ തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്നത് അത്രയും സീറ്റ് അവിടെ വേക്കന്റ് ആയി വരും ആലോചിക്കും അല്ലേ? അതേപോലെ 17,970 വേക്കൻസി മാത്രമാണ് നിലവിൽ എവിടെയുള്ളത്? മലപ്പുറത്തുള്ളത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെ എല്ലാ സ്ട്രീമുകൾക്കുമായിട്ട് 17,000 സീറ്റാണ് വേക്കൻസി ഉള്ളത്. സീറ്റ് കാണുന്ന 17,000 സീറ്റ് എന്ന് കാണുന്ന മക്കൾ എന്ത് വിചാരിക്കും ഒരുപാട് സീറ്റ് വേക്കന്റ് ആണ്. അല്ല, മലപ്പുറം കമ്പാരിറ്റീവ്ലി ആപ്ലിക്കന്റ് കൂടുതലുള്ള ഒരു ജില്ലയാണ് മലപ്പുറം അല്ലേ? അപ്പോ ഓരോ ജില്ലയും ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് നടക്കുന്ന ഒരു ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഏതൊക്കെ ജില്ല ആവശ്യമുണ്ടോ ആ ലൈവില് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ടത് എത്രയാണ് ഓരോ ജില്ലയിലെയും അപേക്ഷകരുടെ എണ്ണം. ഒരുപക്ഷെ ഇതാണ് നിങ്ങൾ ഏറ്റവും മെയിൻ പോയിന്റ്. ഇവിടെയാണ് മെയിൻ പോയിന്റ് ഓരോ ജില്ല. നമ്മൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ അവിടെ 33,939 അപേക്ഷകരാണ്. പക്ഷെ ആ ജില്ലയിൽ 26,306 സീറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 10,000 സീറ്റുകൾ. അപേക്ഷകരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 10,000 സീറ്റ് അവിടെ കുറവാണ്. 22,013 പേരെ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ അത്രയും പേർക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി 4,200 അവിടുത്തെ വേക്കൻസി, ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം. എത്ര പേര് നോക്കി 33,000 പേര് അപേക്ഷ അല്ലെങ്കിൽ 34,000 പേര് ടോട്ടലി അപ്ലിക്കന്റ് ഉണ്ട്. അതിലാകെ 22,000 പേരെ അലോട്ട് ചെയ്തിട്ടുള്ളൂ. 4,000 വേക്കൻസി ഉണ്ട്. അതായത് 12,000 പേർക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷെ അവിടെ 4,000 സീറ്റ് ഇനി ഒഴിവുള്ളൂ, വേക്കന്റ് ആയിട്ടുള്ളൂ. പക്ഷെ പേടിക്കേണ്ട, തീർച്ചയായിട്ടും അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് ഇത് കേട്ട് വെറീഡ് ആവേണ്ട ആവശ്യം, വെറീഡ് ആവാൻ പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക മാത്രമാണ്. വെറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, എങ്ങനെയാലും സീറ്റ് അത് കറസ്പോണ്ടിങ് ആയിട്ട് വർദ്ധിപ്പിക്കാറുണ്ട്. ഉറപ്പായും സീറ്റ് വർധന ഉണ്ടാവും. ഇത്രയും കുട്ടികളെ പുറത്തിരുത്തിക്കൊണ്ടൊന്നും എന്ത് ചെയ്യാ ഒരിക്കലും പോകില്ല. എങ്ങനെയാലും എന്ത് ചെയ്യാ ഒരു പെർസെന്റേജ് സീറ്റ് ഗവൺമെന്റ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ജസ്റ്റ് നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് വേക്കൻസി കൂടുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാരണം സപ്ലിമെന്ററിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ 4,63,686 പേരായിരുന്നു +1 അപേക്ഷ നൽകിയത്. 2,43,155 പേർ. അത്രയും പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. അതായത് പകുതി ആളുകളെ ഉള്ളൂ അല്ലെ? 4 ലക്ഷം നോക്കുകയാണെങ്കിൽ പകുതി 75,000 സീറ്റ് വേക്കന്റ് ആണ്, ഏകദേശം വേക്കന്റ് ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഇത്രയും ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം തന്നെ നിരവധി ആളുകൾ അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടില്ല. അത്രയും സീറ്റ് സെക്കൻഡിലേക്ക് ഒഴിവ് വന്നിരുന്നു. ഇനി സെക്കൻഡിലും ഒഴിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം കുട്ടികൾ പുറത്തായി നിൽക്കുന്നത് പറയാനൊന്നും പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാലും ഓരോ രീതിയിൽ സീറ്റ് ലഭിക്കും. സീറ്റിന് ഗവൺമെന്റ് ആനുപാതികമായിട്ട് ഓരോ ജില്ലയിലും, ഇത് പല ജില്ലയിലായിട്ട് കിടക്കുന്ന സീറ്റ്
സീറ്റ് ടോട്ടൽ വേക്കൻസി വർധന ഉണ്ടാവും മക്കളെ. പിന്നെ നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു മാക്സിമം ഓപ്ഷൻസ് നൽകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ വരുത്തിയ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാണ്. ചിലപ്പോൾ ഫുൾ എ+കാർക്ക് വരെ അഡ്മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അതുമല്ല നമ്മൾ പറയുന്നത് 10% സീറ്റ് വർധന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 10% ഭയങ്കര വലിയൊരു ചെറിയ നമ്പർ. ചെറിയ നമ്പർ അല്ല, വലിയ നമ്പർ തന്നെയാണ്. ടോട്ടൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യാ 10% മതിയാവും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവും. അപ്പൊ ഇനി കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ. അപ്പൊ എന്താണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുതെന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. അതിനേക്കാൾ ഉപരി നാളെ എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ കൃത്യം 5 മണിക്ക് നമ്മളൊരു ലൈവ് പോകുന്നുണ്ട്. സംശയമുള്ള കുട്ടികൾ മാത്രം ആ ലൈവിലേക്ക് ഒന്ന് കയറി സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ അറിയിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലേക്ക് ഒരു വോയിസോ ഒരു മെസ്സേജോ അയച്ചാൽ 8589000301 എന്നുള്ള നമ്പറിലേക്ക് വോയിസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജോ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങള് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രം, ആരെങ്കിലും അലോട്ട്മെന്റിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കുട്ടിക്ക് പോലും അറിവില്ലായ്മ കൊണ്ട് അഡ്മിഷൻ നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് അല്ലേ. അപ്പൊ ബൈ.